ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നാളെ കർക്കിടകത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഒപ്പം തന്നെ ആടിപ്പൂരവും മൂന്നാം പിറയും. മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുന്ന വളരെ വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു ദിവസം. പൂരം നക്ഷത്ര ദിവസം നമ്മൾ മൂന്നാം പിറ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. ആടിപ്പൂരം എന്ന് പറയുന്നത് സാക്ഷാൽ ദേവിയുടെ ജന്മദിവസം കൂടിയിട്ടാണ്. അപ്പോൾ ഇത്രമാത്രം കാര്യങ്ങൾ ഒന്നിച്ചു വന്നിട്ടുള്ള നാളത്തെ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടത്, ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതായത് ആടിപ്പൂരം എന്ന് പറയുന്നത് ദേവിയുടെ ജന്മദിനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് കർക്കിടകത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് നമ്മുടെ വീട് നമ്മൾ ഏറ്റവും ഭംഗിയാക്കി വെക്കണം. മാവിളക്ക് കൊളുത്താത്തവർ നാളത്തെ ദിവസമെങ്കിലും മാവിളക്ക് കൊളുത്തണം. വിളക്ക് പൂജ ചെയ്യാത്തവർ അത് ചെയ്യണം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പടിപൂജ അത് ചെയ്യണം. ഇനി പടിപൂജ നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല, ചെയ്യാൻ താല്പര്യമില്ലാത്തവർ നമ്മുടെ മെയിൻ ഡോറിൻ്റെ ആ ഒരു കട്ടിളപ്പടിക്ക് രണ്ട് സൈഡിലും കുറച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊട്ട് എന്തെങ്കിലും വെളുത്ത കളറിലെയോ മഞ്ഞ കളറിലെയോ പൂക്കൾ, അതുമല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല വെക്കാം. നമ്മുടെ ഫ്രണ്ട് ഡോറിൽ മാവില തോരണവും ആര്യവേപ്പും കൂടി ഒന്നിച്ച് അങ്ങനെ മാലയാക്കി കെട്ടാവുന്നതാണ്. ഫ്രണ്ട് ഡോറിന് മുൻപിൽ നല്ല മണമുള്ള ചന്ദനത്തിരി കൊളുത്തി വെക്കുക. നമ്മുടെ അക്ഷയപാത്രം നിറച്ചു വെക്കുക. നാളത്തെ ദിവസം നമ്മൾ പീക്കോക്ക് ബ്ലൂ കളറിലെ, അതായത് പീക്കോക്ക് ബ്ലൂ, സ്കൈ ബ്ലൂ, കടും നീല കളറിലെ ഡ്രസ്സ് ധരിക്കരുത്. ഒന്നെങ്കിൽ പീക്കോക്ക് ബ്ലൂ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ കളറിലെ സാരിയാണ് എപ്പോഴും നമ്മൾ പൂജ ചെയ്യുമ്പം നല്ലത്. ഇപ്പം സാരി ഉടുത്ത് പൂജ ചെയ്യാൻ എല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ കളറിലെ കുർത്തയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധാവണി ഉണ്ടെങ്കിൽ, സ്കേർട്ട് ആൻഡ് ടോപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊണ്ട് നാളത്തെ ദിവസം പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ, ഞാൻ നിങ്ങളോടൊക്കെ നമ്മുടെ വീട്ടിൽ മുക്കോണ വടിവിൽ, മുക്കോണത്തിൽ നമ്മൾ വിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നതാണ് മുക്കോണം. അപ്പം നമ്മൾ നാളെ ചെയ്യുന്ന പൂജയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പൂജ ചെയ്യുന്നത് എന്താണെന്നുള്ള ലാസ്റ്റ് പറയാം. അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ രണ്ട് സൈഡിലും വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്ന ഭാഗത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ മുക്കോണമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നാളത്തെ ദിവസം നെയ്യ് ഒഴിച്ചൊരു ദീപം കൊളുത്തുക. മഹാലക്ഷ്മിയുടെ സിൽവർ കോയിൻ ഉണ്ടെങ്കിൽ അത് ആ രണ്ട് ദീപത്തിൻ്റെ അടുത്തായിട്ട് ഓരോന്ന് വെച്ച് നമുക്ക് ദീപം കൊളുത്താവുന്നതാണ്. ഇത് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മളൊരു യന്ത്രം വരച്ച് പൂജ ചെയ്യുന്നൊരു വിധം കൂടിയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊക്കെയാണ് നമ്മൾ നാളത്തെ ദിവസം ചെയ്യുന്നത്. പിന്നെ നാളെ വെള്ളിയാഴ്ച നമ്മുടെ വീടിനടുത്തുള്ള ഭഗവതി ക്ഷേത്ര ദർശനം വളരെ വളരെ മസ്റ്റാണ്. ഈ തമിഴ്നാട്ടിലൊക്കെ പറയുന്നത് നാളെ ദേവിക്ക് വളകാപ്പ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ വളകാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കങ്ങനെ ഒരു ട്രഡീഷൻ ഇല്ല, ഇപ്പോൾ അതൊക്കെ ആയി വരുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ രണ്ട് സൈഡിലും മഞ്ഞൾ തേച്ച് കൊടുക്കുന്നതിനോടൊപ്പം കവിളിൽ അമ്മയ്ക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കുക. ആര്യവേപ്പിൻ്റെ ഇല നല്ല രീതിയിൽ അമ്മയ്ക്ക് സമർപ്പിക്കുക. അതേപോലെ നല്ല പൂക്കളൊക്കെ ഒരുപാട് അമ്മയ്ക്ക് സമർപ്പിക്കുക. അതേപോലെ കുപ്പിവളകൾ, പച്ച കളറിലെ കുപ്പിവളകൾ 1 ഡസൻ നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുക. ഇപ്പം വിഗ്രഹമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ കുങ്കുമം സമർപ്പിക്കാം. ഇപ്പോൾ വിഗ്രഹത്തിന് പുതിയ ഡ്രസ്സ് മേടിച്ച് നമുക്ക് ഇടിയിച്ച് കൊടുക്കാം. ഒരു ചെറിയ ബ്ലൗസ് പീസ് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ചെയ്ത് അമ്മയുടെ അനുഗ്രഹം മേടിക്കണം. അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. കാരണം സാക്ഷാൽ ആദിപരാശക്തിയിൽ നിന്നാണ് നമ്മളൊക്കെ ഉദ്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയ്ക്ക് വളകാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ അർത്ഥം വരുന്നത്. നമ്മൾ എത്രമാത്രം സന്തോഷത്തോടു കൂടി, ഇപ്പോൾ ഭാവിയിൽ നമ്മുടെയൊക്കെ മക്കൾക്ക് ഇതുപോലെ വളകാപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം വരുമ്പം നമ്മളൊക്കെ ഇത് എത്രമാത്രം ഗ്രാൻഡായിട്ട് ചെയ്യുമായിരിക്കും. നമ്മുടെ മനസ്സ് എത്രമാത്രം നിർവൃതി അടഞ്ഞായിരിക്കും നമ്മളതൊക്കെ ചെയ്യുക. അപ്പോൾ അതേപോലെ നമ്മൾ സാക്ഷാൽ ദേവിക്കും അമ്മയെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ സ്വന്തം മകളായി കണ്ടുകൊണ്ട് നമ്മൾ അമ്മയ്ക്ക് വളകാപ്പ് നടത്തുക. വളകാപ്പ് നടത്തുന്നതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ചെയ്യണമെന്നൊന്നുമില്ല. വളരെ ചെറുതായിട്ട് മതി, പക്ഷേ അത് നമ്മൾ മനസ്സ് നിറഞ്ഞു ചെയ്യണം. ഇപ്പം എല്ലാവർക്കും ഇതൊന്നും ചിലപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, സാഹചര്യങ്ങൾ പലതായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം, അതാണ് ഞാൻ പറഞ്ഞത്, നാളെ ദേവീക്ഷേത്ര ദർശനം മസ്റ്റാണെന്നുള്ളത്. അമ്മയ്ക്ക് ബ്ലൗസ് പീസോ സാരി
അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ, അതിനോടൊപ്പം നല്ല മണമുള്ള പൂക്കൾ, ഇതൊന്നും കൊടുക്കാൻ പറ്റാത്തവർ ഒരു കുപ്പിവള, അതായത് ഒന്നെങ്കിൽ ഒരു 3 എണ്ണം 5 എണ്ണം 7 എണ്ണം 12 എണ്ണം അങ്ങനെ കുപ്പിവളകൾ പച്ച കളറിലെ മേടിച്ച് ദേവിക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. അതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അതെങ്കിലും ചെയ്ത് അമ്മയുടെ അനുഗ്രഹം നമ്മൾ മേടിക്കണം. ഇതാണ് നാളത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു മാടവിളക്ക്, മുക്കോണ രൂപത്തിലെ മാടവിളക്ക് കൊളുത്തുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ഗോപൂജയാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഉത്രട്ടാതി നക്ഷത്രത്തിലും അതേപോലെ നമ്മൾ വെള്ളിയാഴ്ചകളിലും ഏകാദശികളിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നാളെ കുട്ടിയുള്ള പശുവിന് നമ്മൾ ഗോപൂജ ചെയ്യുന്നതാണ് ഉത്തമം. അത് ഇപ്പോഴും നല്ല, അപ്പം ഞാൻ പറയാറുണ്ടല്ലോ, വീട്ടിൽ നമ്മൾ ഗോമാതാവിനെ വാങ്ങിച്ചു വെച്ചാലും അകിട്ടിൽ നിന്ന് പാല് കുടിക്കുന്ന ആ ഒരു കന്നുള്ള പശുവിനെ വാങ്ങിച്ചു വെക്കണം. അതാണ് ശ്രേഷ്ഠം. അപ്പം നമ്മൾ നാളത്തെ ദിവസം പൂജ ചെയ്യേണ്ടതും അങ്ങനെയുള്ള പശുവിനെയാണ്. അത് നാളെ എന്നല്ല, ഉത്രട്ടാതി നക്ഷത്രത്തിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതേ രീതി തന്നെയാണ്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട്, ഇപ്പം ഈ കേരളത്തിന് വെളിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് വിളിച്ചാൽ പശുവിനെയും കൊണ്ട് ആൾക്കാർ വീട്ടിൽ വരും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങളുടെ വീടിനടുത്ത് ഗോശാല ഉണ്ടെങ്കിൽ അവിടെ പോകുക. പശു കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ആ ഒരു പശുവിൻ്റെ അടുത്ത് പോയി അതിന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് 4 കാലിലും വെള്ളിക്കൊലുസ് ഇട്ട് കൊടുത്ത് നമ്മൾ പൂജ ചെയ്താൽ അത് വളരെ ശ്രേഷ്ഠമാണ്. ഇപ്പം അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതിനുശേഷം അതിന് നമ്മൾ പച്ചരി, കുതിർത്ത പയർ, ശർക്കര, കറുകപ്പുല്ല്, പഴം, വെജിറ്റബിൾസ് ഇതൊക്കെ വാങ്ങിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നത് വാങ്ങിച്ചു കൊടുത്ത് ആ ഒരു പശുവിൻ്റെയും കന്നിൻ്റെയും അനുഗ്രഹവും മേടിച്ച് വീട്ടിലോട്ട് വന്നാൽ വളരെ ശ്രേഷ്ഠമാണ്. അതേപോലെ പശുവിന് നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ വീട്ടിൽ വിളിച്ചു വരുത്തുകയാണെങ്കിലും ഗോശാലയിൽ പോയി ചെയ്യുന്ന സമയത്താണെങ്കിലും പശു ഗോമൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താഗ്രഹിച്ചാണോ പശുപൂജ ചെയ്യുന്നത് അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഞാൻ, എന്നാൽ പോലും വീണ്ടും ഒന്നും കൂടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ നാളെ ചെയ്യാൻ പറ്റുന്ന ഓരോരുത്തരായിട്ട് ചെയ്യുക. ഇനി നാളെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബാങ്കിൽ മാല തയ്യാറാക്കി ദേവിക്ക്, അത് ക്ഷേത്രത്തിലാണെങ്കിലും അമ്മയ്ക്ക് നമുക്ക് ചാർത്തി കൊടുക്കാം. അങ്ങനെയല്ല വീട്ടിൽ നമുക്ക് ദേവിക്ക് ചാർത്താം. ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പം വള കൊണ്ടുള്ള മാല ഉണ്ടാക്കാൻ അറിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വള കൊണ്ട് അർച്ചന നമുക്ക് ചെയ്യാം. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ, ഓം ശ്രീ മാത്രേ നമ, അല്ലെങ്കിൽ നമ്മൾ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലിക്കൊണ്ട് അമ്മയ്ക്ക് കുപ്പിവിളകൾ സമർപ്പിക്കാം. ആ കുപ്പിവിളയിൽ ഒരു 3-4 എണ്ണം നമുക്കെടുത്ത് കയ്യിൽ അണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഫ്രണ്ട്സ്, കുപ്പിവിളകൾ ഇടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെ നാളെ ലളിതമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് മക്കളൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ആണെങ്കിൽ നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദിപരാശക്തി, അതായത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ഉണ്ടല്ലോ, കാരണം അവിടെ ഒരുപാട് മണികളുണ്ട്. ഈ ഒരുപാട് മണികളുള്ള ക്ഷേത്രത്തിൽ പോയി നമ്മൾ മണി കെട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ക്ഷേത്രം നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിൽ അവിടെ പോകുക. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ പോലുള്ള ദേവീക്ഷേത്രം അല്ലെങ്കിൽ തൊട്ടിൽ കെട്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവീക്ഷേത്രമുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വെൺപട്ട് തുണി എടുക്കണം. വെള്ള കളറിലെ പട്ടുതുണിയാണ് ഏറ്റവും നല്ലത്. അത് കിട്ടാത്തവർക്ക് കോട്ടനോ പോളിസ്റ്ററോ എടുക്കാം. അതിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മഞ്ഞൾ കണ്ടല്ലോ, അതായത് ടോട്ടലായിട്ട് ഇതിൽ 5 ശിഖരങ്ങൾ, അതായത് വലിയൊരു മഞ്ഞൾ അതിനോട് ചേർന്ന് ബാക്കി 4 എണ്ണം, അങ്ങനെ 5, അങ്ങനെ അല്ലെങ്കിൽ 3, ഇങ്ങനെ ഉള്ള മഞ്ഞൾ ഒറ്റ ഒരെണ്ണം എടുക്കണം. എടുത്തിട്ട് അത് ആ തുണിയിൽ വെച്ച് ഒപ്പം തന്നെ ഒരല്പം കറുത്ത കടല, നമ്മൾ കറി വെക്കുന്ന കറുത്ത കടലയും കൂടെ ഇട്ട് 33 പ്രാവശ്യം അത് നമ്മൾ കിഴിയായിട്ട് കെട്ടണം. അതിന് പറ്റിയ രീതിയിൽ വലിയ ഒരു തുണി തന്നെ നമ്മൾ എടുക്കണം. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത് കൊണ്ടുപോയി ആ ക്ഷേത്രത്തിൽ, തൊട്ടിൽ കെട്ടുന്ന ക്ഷേത്രം അല്ലെങ്കിൽ ദേവിയുടെ ക്ഷേത്രം എവിടെയാണോ ഉള്ളത് അവിടെ പോയി ആ ഒരു അരയാൽ മരത്തിൽ ഇത് കെട്ടി മക്കൾ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചാൽ അടുത്ത ആടിപ്പൂരത്തിന് മുൻപ് തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നതാണ്. അതിന് യാതൊരുവിധ മാറ്റവുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് മണി കെട്ടുന്ന ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നതാണ്. ഇനി അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജയാണ്. എല്ലാവരും ലക്ഷ്മി പൂജ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക തന്നെ വേണം.
എങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് സൗന്ദര്യലഹരിയിലെ 11ാമത്തെ ശ്ലോകത്തെ കുറിക്കുന്ന യന്ത്രമാണ്. ഇത് നമ്മൾ മാക്കോലമായിട്ട് ഒന്നെങ്കിൽ നമുക്ക് പൂജാമുറിയിൽ ഒരു ചെറിയ പീഠത്തിന് മുകളിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ വെറും നിലത്ത് വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അറിയാമല്ലോ. നന്നായിട്ട് അവിടെ തുടച്ചിട്ട് വേണം ഇത് നമ്മൾ വരച്ചിട്ട് മഞ്ഞൾ കുങ്കുമം പൊട്ട് തൊടുക. അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഓരോ കോണുകളിലും, അതായത് ഈ കാണിച്ചിരിക്കുന്നതാണ് 11th ശ്ലോകത്തിൻ്റെ ആ ഒരു യന്ത്രം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രീമെന്ന് എഴുതിയിട്ടുണ്ട്, അത് എഴുതണം. പിന്നെ ആ 6 കോണുകൾ നമ്മൾ ശരവണഭവ കോലം വരച്ച് അതിനുള്ളിൽ നമ്മൾ ദീപം കൊളുത്തുമല്ലോ, അതുപോലെ. പക്ഷേ ഇതെല്ലാം അകത്തോട്ട് സാക്ഷാൽ ശ്രീയന്ത്രത്തെ തന്നെയാണ് ഈ ഒരു കോലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ശ്രീമെന്ന് എഴുതിയിരിക്കുന്നത് സാക്ഷാൽ ദേവിയാണ്. അപ്പം ആ ദേവിയെ ഫേസ് ചെയ്തിരിക്കുന്നത് പോലെ അകത്തോട്ട് വേണം എല്ലാ ദീപങ്ങളും നമ്മൾ കൊളുത്തി വെക്കാൻ. ഇത് മുക്കോണ വടിവിൽ മാടവിളക്ക് നമ്മൾ വെച്ചിട്ട് ചെയ്യുന്ന അതേ ഫലം നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു മുക്കോണ വടിവിൽ മാടവിളക്ക് വീട്ടിലില്ലാത്തവരും ഉള്ളവർക്കും ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ശ്രീ സൂക്തം കൊണ്ട് വേണം നമ്മൾ ഈ ഒരു യന്ത്രത്തിന് അർച്ചന ചെയ്യാൻ. പ്രത്യേകിച്ച് ശ്രീസൂക്ത ഹോമം നെയ്യൊഴിച്ച് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒന്നാണ് ശ്രീസൂക്ത ഹോമം എന്ന് പറയുന്നത്. അപ്പോൾ ഹോമം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ശ്രീസൂക്തം ഒന്നെങ്കിൽ അത് ചൊല്ലാം, ഇല്ലെങ്കിൽ നമ്മൾ ഫോണിൽ പ്ലേ ചെയ്ത് വെച്ചിട്ട് നല്ല മണമുള്ള മുല്ലപ്പൂക്കൾ കൊണ്ട് നമ്മൾ ഈ ഒരു യന്ത്രത്തിന് അർച്ചന ചെയ്യുകയാണ് വേണ്ടത്. നമുക്കിവിടെ മാവില എടുക്കാം, കൂവളത്തില എടുക്കാം, തുളസിയില എടുക്കാം, മുല്ലപ്പൂ എടുക്കാം, മണമുള്ള പൂക്കൾ, ഇലകൾ, പത്രം എന്തായാലും കുഴപ്പമില്ല. നമ്മൾ അങ്ങനെയല്ല, പൂക്കളാണെങ്കിൽ നല്ല മണമുള്ള റോസാപ്പൂവ്, മുല്ലപ്പൂവ്, അതേപോലെ പാരിജാതം, ഇതൊക്കെ കിട്ടുമെങ്കിൽ ഇതൊക്കെ എടുത്ത് എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന മണമുള്ള പൂവ് അതുകൊണ്ട് ഈ യന്ത്രത്തിന് ശ്രീസൂക്തം തീരും വരെ അർച്ചന ചെയ്യുക. ശേഷം ധൂപദീപ ആരതി എടുക്കുന്നു. നിവേദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വെക്കാം, പാൽ പായസം, ശർക്കര പായസം ഒക്കെ വെക്കാവുന്നതാണ്. നമുക്ക് എന്താണോ പറ്റുന്നത് അത് വെക്കുക. ഇനി ഈ പറഞ്ഞ ഇലകളൊന്നും കിട്ടില്ല, പൂക്കളൊന്നും കിട്ടില്ല, അങ്ങനെയുള്ളവർ കുങ്കുമപ്പൂവ് കൊണ്ട് അർച്ചന ചെയ്താൽ അതിവിശേഷമാണ്. അതിവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഫലം നമുക്ക് തരും. അപ്പം നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുങ്കുമപ്പൂ എടുത്ത് വെക്കാം, ബാക്കി നോർമലായിട്ടുള്ള പൂക്കളും എടുത്ത് വെച്ചിട്ട്, അതായത് പൂക്കൾ കിട്ടുന്നവർ ആദ്യം കുറച്ച് കുങ്കുമപ്പൂ കൊണ്ട് അർച്ചന ചെയ്തതിന് ശേഷം പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. കുങ്കുമപ്പൂവ് നമുക്ക് പാലിലിട്ട് കുടിക്കാനോ നമ്മുടെ നെറ്റിയിൽ തൊടാനോ ഒക്കെ എടുക്കാവുന്നതാണ്. വളരെ 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 പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് നാളെ. അപ്പോൾ നാളത്തെ ദിവസം നമ്മളിങ്ങനെ മുക്കോണ വടിവിൽ മാടവിളക്കുണ്ടാക്കി അല്ലെങ്കിൽ ഈ ഒരു യന്ത്രം വരച്ച് പൂജ ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാക്ഷാൽ ദേവി തന്ന് നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത്രമാത്രം പവറുള്ളൊരു ദിവസമാണ് നാളെ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു യന്ത്രം വരച്ച് നമ്മൾ നടുക്ക് ശ്രീം എഴുതുമല്ലോ. അപ്പം നമ്മുടെ കയ്യിൽ ശ്രീ യന്ത്രമുണ്ടെങ്കിൽ അത് നമുക്ക് സെൻറ്ററിൽ വെക്കാം. അതിപ്പോൾ കോയിൻ ആയിക്കൊള്ളട്ടെ, അങ്ങനെ അല്ലെങ്കിൽ ശ്രീചക്രത്തിൻ്റെ ഒരു വലിയ രൂപമായിക്കോട്ടെ, എന്താണോ ഉള്ളത് അത് നമുക്ക് സെൻറ്ററിൽ വെക്കാം. ഒരു ലോട്ടസ് വെച്ചിട്ടോ അങ്ങനെ അല്ലെങ്കിൽ പച്ചരി വെച്ചിട്ടോ ഒക്കെ അതിന് നടുക്കായിട്ട് നമുക്കിത് വെച്ചിട്ട് നമുക്ക് ഈ അർച്ചന ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ 3ാം പിറ ചന്ദ്രദർശനം കൂടെ നടത്തി ചന്ദ്രഭഗവാനും കൂടെ പ്രാർത്ഥിച്ചാൽ എന്താണോ നമ്മൾക്ക് വേണ്ടത് അത് നമുക്ക് നിശ്ചയം അടുത്ത ആടിപ്പൂരത്തിന് മുൻപ് ലഭിച്ചിരിക്കും. ഇപ്പം മഴ കാരണം എല്ലാവർക്കും ചിലപ്പോൾ കാണാൻ സാധിച്ചൊന്നും വരില്ല, എന്നാൽ പോലും എല്ലാവരും ശ്രമിച്ചു നോക്കണം. നാളെ 6:30 മുതൽ 8 മണി വരെയുള്ള ആ ഒരു സമയത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് 3ാം പിറ ചന്ദ്രദർശനം കിട്ടും. അപ്പോൾ അതും കൂടി കിട്ടിയാൽ നാളത്തെ ദിവസം നിറഞ്ഞ ഐശ്വര്യമായിരിക്കും. നമുക്ക് കഴിയുന്നതും എല്ലാവരും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം നാളെ ഉള്ളവരൊക്കെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സാക്ഷാൽ ആദിപരാശക്തി നമ്മുടെ വീട്ടിൽ വരുന്ന ദിവസമാണ്. അപ്പോൾ ആ ദിവസം നമ്മൾ എന്ത് ചെയ്താലും അമ്മ അതിന് നമുക്ക് 100 ഇരട്ടി ഫലം തന്നെ തരും. ക്ഷേത്ര ദർശനം മറക്കരുത്. അതേപോലെ നാളത്തെ ദിവസം നമുക്ക് ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് നെല്ലിക്ക മാല സമർപ്പിക്കാവുന്നതാണ്. വെള്ളിയാഴ്ച രാഹുകാല സമയത്ത് നാരങ്ങാ ദീപം കൊളുത്താൻ പോകുന്നവർക്ക് അമ്മയ്ക്ക് നാരങ്ങ മാല സമർപ്പിക്കാവുന്നതാണ്. നാളത്തെ ദിവസം നമ്മുടെ വീട്ടിലുള്ള അമ്മയ്ക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം, നമ്മുടെ സമയം സന്ദർഭവും അനുസരിച്ച്.
അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇനിയിപ്പം മഞ്ഞൾ മാല സമർപ്പിക്കാൻ പറ്റുന്നവർക്ക് അതും ചെയ്യാം, ഏലക്കാമാല സമർപ്പിക്കാം, നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ ഒരു കാര്യം നാളെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.